വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 19. അക്കാലത്ത് യേശു കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ചിലർ ശിശുക്കളെ അവിടുത്തെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ ശകാരിച്ചു. എന്നാൽ യേശു പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ്. യേശു അവിടെ മേൽ കൈകൾ വെച്ച ശേഷം അവിടെ നിന്ന് പോയി. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ശിശുസഹജമായ ആത്മീയത ധ്യാനിക്കാം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നാം എല്ലാവരും നിഷ്കളങ്ക സ്നേഹത്തിന് ഉടമകളായി നിലകൊള്ളുമ്പോൾ മാത്രമാണ് നിത്യസ്വർഗത്തിന് അർഹരായി തീരുന്നതെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു. കുട്ടികളുടെ മനസ്സ് നമുക്കുമുണ്ടാകണം. അതെന്താണ്? അവർ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭൂമിയിലെ അടയാളമാണ്. അവർ അനുസരണത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും അടയാളമാണ്. എല്ലാ കാര്യങ്ങൾക്കും മാതാപിതാക്കളിൽ ആശ്രയിക്കുന്ന കുഞ്ഞുങ്ങൾ സത്യത്തിൽ ഒരു യഥാർത്ഥ വിശ്വാസി ആയിരിക്കേണ്ടതിൻ്റെ നല്ല അടയാളം കൂടിയാണ്. നമ്മളെപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നവരാകണം. അപ്പോഴാണ് സ്വർഗം നമുക്കായി തുറക്കപ്പെടുക എന്ന് ക്രിസ്തു ഓർപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങൾ ഏറെ മുറിവേൽക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ഓരോ പ്രഭാത പത്രവും നമ്മെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്. എങ്ങനെ മനുഷ്യർക്ക് ഇത്രമാത്രം ക്രൂരരാകാൻ കഴിയുമെന്ന് നാം വല്ലാതെ ചിന്തിച്ചു പോവുകയും ചെയ്യുന്നു. ഭൂമിയിൽ എല്ലാവരാലും സുരക്ഷിതത്വം നൽകപ്പെടേണ്ട, സംരക്ഷിക്കപ്പെടേണ്ട കുഞ്ഞുങ്ങൾ മറ്റുള്ളവരാൽ ഏറ്റവും അധികം മുറിവേൽക്കുമ്പോൾ അത് ആഴമായ മുറിവാണ്. ദൈവത്തിനു മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നതാണ് എന്നോർക്കാം. കുഞ്ഞുങ്ങളെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ, അവരെ മുറിപ്പെടുത്തുമ്പോൾ ദൈവത്തിരുസന്നിധിയിൽ നമ്മൾ തിന്മയാണ് പ്രവർത്തിക്കുന്നതെന്ന് ക്രിസ്തു ഓർപ്പെടുത്തുന്നുമുണ്ട്. ദൈവത്തിൻ്റെ തിരുമുഖം ദർശിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് കുഞ്ഞുങ്ങൾ. അവർ നിഷ്കളങ്കരാണ്, വിശുദ്ധരാണ്. അവരുടെ നൈർമല്യമാണ് സ്വർഗം വീണ്ടെടുക്കുവാൻ കാരണമാവുക. അപ്രകാരമുള്ള ഒരു നൈർമല്യമുള്ള മനസ്സ് നമുക്കുമുണ്ടാകണമെന്ന് ക്രിസ്തു ഓർപ്പെടുത്തുന്നു. നാം എത്ര വളർന്നാലും ശിശുക്കളിലെ വിശുദ്ധിയും നന്മയും വിശ്വസ്തതയും കരുണയും നമ്മളിൽ ഉണ്ടാകണം. കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നോ, അവർ ഉടനെ പൊറുക്കുകയും ഹൃദയത്തിൽ വഞ്ചനയോ ശത്രുതയോ കൂടെ കൊണ്ട് നടക്കുകയും ചെയ്യുന്നില്ല. അവർ പെട്ടെന്ന് മറന്നു പോകുന്നു. ഒരു ആത്മീയതയുടെ ബലം കൂടിയാണിത്. നമുക്കും പെട്ടെന്ന് മറക്കുവാൻ കഴിയണം. നമ്മെ മുറിവേൽപ്പിച്ചവരെ, വർഷങ്ങൾക്ക് മുമ്പ് നമ്മോട് പിണങ്ങിയവരെ, നമ്മെ ദ്രോഹിച്ചവരെ, നമുക്ക് കുടുംബത്തിന് വേദന നൽകിയവരെ, ഇന്നും അവരെ ജീവിതത്തിൽ ഭാരമായി നമ്മൾ വഹിച്ചുകൊണ്ട് നടക്കരുത്. അവർ ചെയ്ത തെറ്റുകൾ പൊറുക്കുവാനും അവരോട് കരുണ കാണിക്കാനും ഒരു ശിശു സഹജമായ മനസ്സ് നമുക്കുണ്ടാകണം. അമ്മയും അപ്പനുമൊക്കെ എത്ര പിണങ്ങിയാലും കുഞ്ഞുങ്ങൾ അല്പസമയത്തിനുള്ളിൽ അവരുമായി സ്നേഹത്തിൽ വീണ്ടും രമ്യതയിൽ വരുന്നു. ഇത് ആത്മീയതയുടെ അടയാളമാണ്. നാമും ദൈവപിതാവുമായി അപ്രകാരമായിരിക്കണം. നമുക്കെന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ സംഭവിച്ചു പോയാൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അത് ഏറ്റുപറയുവാനും പെട്ടെന്ന് രമ്യതപ്പെട്ട് ക്രിസ്തുവിൻ്റെ കൃപയുടെ മടിത്തട്ടിൽ വരാനും സാധ്യമാകണം. യേശു ഓരോ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇപ്രകാരമുള്ള ഒരു ആത്മീയ പിൻബലമാണ്. ഈ പുണ്യഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് കുഞ്ഞുങ്ങളെപ്പോലെ ലാളിത്യമുള്ള ഹൃദയവും മനസ്സും സൂക്ഷിക്കുവാനും അങ്ങനെ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ ഇടമുള്ളവരായി തീരാനും നമ്മൾ പരിശ്രമിക്കുമ്പോൾ സ്വർഗരാജ്യം തീർച്ചയായും നമുക്ക് ലഭ്യമാവുക തന്നെ ചെയ്യും. നിത്യരക്ഷ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന നമുക്ക് നഷ്ടപ്പെട്ടു പോയ നിഷ്കളങ്കതയും ശിശുസഹജമായ വിശ്വാസവും നിർമ്മലതയും വീണ്ടും നൽകണമേ എന്ന് ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.